അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ആര്യ ഇൻ ദ കോക്ക്പിറ്റ് ആണ്. ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കയറി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ചാപ്റ്റർ നോക്കാം. ആര്യ ഇൻ ദ കോക്ക്പിറ്റ്, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെയിൻ്റെ അകത്തെ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലത്തെയാണ് എന്തെന്ന് പറയുന്നത്? കോക്ക്പിറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഓഥറിനെ പറ്റി നോക്കാം. About the author, Nandita Jayaraj is an independent science journalist and author who co-founded the media platform The Life Science.com. She is also an author or co-author of many books such as Anna's Extraordinary Adventures with Weather, 31 Fantastic Adventures in Science, and most recently Lab Hopping, A Journey to Find India's Woman in Science. അപ്പോൾ നന്ദിത ജയരാജാണ് ഏത് ചാപ്റ്റർ എഴുതിയത്? ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയത്. ഈ നന്ദിത ജയരാജ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ജേർണലിസ്റ്റ് ആണ്. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, പത്രപ്രവർത്തക ആണ്. അതുപോലെ തന്നെ ദ ലൈഫ് സയൻസ്.com എന്ന് പറയുന്ന മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഫൗണ്ടർ കൂടിയാണ്, സ്ഥാപിക കൂടിയാണ് ആരെന്ന് പറയുന്നത്? നന്ദിത ജയരാജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്നാസ് എക്സ്ട്രാ ഓർഡിനറി അഡ്വഞ്ചേഴ്സ് വിത്ത് വെദർ, 31 ഫെൻറ്റാസ്റ്റിക് അഡ്വഞ്ചേഴ്സ് ഇൻ സയൻസ് എന്നൊക്കെ പറയുന്ന ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്? നന്ദിത ജയരാജ് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചാപ്റ്റർ നോക്കാം. ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. ആര്യ എവിടെയാണ്? കോക്ക്പിറ്റിലാണ്. അപ്പം നമ്മുടെ മെയിൻ ക്യാരക്ടർ ആരാണ്? ആര്യയാണ് അല്ലേ? അപ്പം നമുക്ക് നോക്കാം. Arya always wanted to fly. When she was 4 years old, she wanted to be Rosamma. Arya saw her at the circus. Rosamma was a trapeze artist. Arya wanted to fly in the air from sing to sing. Her clothes would glitter like Rosamma's. Hundreds of people would clap for her. She would eat cotton candy every day. Her best friend would be a clown. അപ്പോൾ ആര്യ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചു? വാണ്ടഡ് ടു ഫ്ലൈ, പറക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ആൻഡ് ഷീ വാസ് 4 years old. അവൾക്ക് എത്ര വയസ്സുള്ളപ്പോൾ? 4 വയസ്സുള്ളപ്പോൾ അവൾക്ക് എന്താവാനായിരുന്നു ആഗ്രഹം? ഷീ വാണ്ടഡ് ടു ബി റോസമ്മ. റോസമ്മയെ പോലെ ആകാനായിരുന്നു ആഗ്രഹം. അപ്പം നമുക്ക് നോക്കാം ആരാണ് റോസമ്മ എന്ന്. ആര്യ സോ ഹർ അറ്റ് ദ സർക്കസ്. റോസമ്മയെ അവൾ എവിടെ വെച്ചാണ് കണ്ടത്? സർക്കസിൽ വെച്ചാണ് കണ്ടത്. റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. റോസമ്മ എന്ന് പറയുന്നത് ആരാണ്? ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ട്രപ്പീസ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കസിൽ ഈ ഫ്ലൈ ചെയ്യുന്നതും അതുപോലെ എന്താണ് ഈ എയറിൽ കൂടെയൊക്കെ ഈ ഒരു ലൈൻ കെട്ടിയിട്ട് അതിൽ കൂടെയൊക്കെ നടന്നു പോവുകയും അതിൽ ഊഞ്ഞാലാടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സർക്കസിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്തെന്ന് പറയുന്നത്? ട്രപ്പീസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ആവാനായിരുന്നു ആർക്കാഗ്രഹം? നമ്മുടെ ആര്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആഗ്രഹം. എത്ര വയസ്സിലാണ്? 4ാമത്തെ വയസ്സിലാണ്. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സിങ് ടു സിങ്. അവൾക്ക് എന്തായിരുന്നു ആഗ്രഹം? ആകാശത്ത് കൂടി ഒരു ഊഞ്ഞാലിൽ നിന്ന് മറ്റൊരു ഊഞ്ഞാലിലേക്ക് ഊഞ്ഞാലാടാനായിരുന്നു അവൾക്ക് ആഗ്രഹം. ഹർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. അവളുടെ ഡ്രസ്സ് ആരെപ്പോലെ തിളങ്ങണമെന്ന് അവൾ ആഗ്രഹിച്ചു? റോസമ്മയുടെ ഡ്രസ്സ് പോലെ തിളങ്ങണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹർ. 100 കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യും? റോസമ്മയ്ക്ക് വേണ്ടി കൈയടിക്കും. അതുപോലെ ഷീ വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി എവറി ഡേ. അവൾക്ക് കോട്ടൺ ക്യാൻഡി എല്ലാ ദിവസവും കഴിക്കണമെന്ന്. അപ്പോൾ റോസമ്മ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്കും വേണമെന്ന് ആരാഗ്രഹിക്കുകയാണ്? നമ്മുടെ ആര്യ ആഗ്രഹിക്കുകയാണ്. ഹർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. അതുപോലെ തന്നെ നമ്മുടെ റോസമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഒരു ക്ലൗൺ ആണ്. ക്ലൗൺ ആരാണ്? ജോക്കറാണ്. അപ്പോൾ അതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്കും വേണമെന്ന് നമ്മുടെ ആര്യ എന്ന് പറയുന്ന പെൺകുട്ടി ആഗ്രഹിക്കുകയാണ്. When Arya was 8 years old, she wanted to be Kalpana Chawla. She made herself an orange space suit. She wore it day and night. Arya, aren't you feeling hot in that suit? Astronauts have to get used to the suit. Amma, space is not as safe as the earth is. My suit will protect me.
When Arya was 12 years old, she wanted to be Amelia Earhart. She built a model plane for her school project. It couldn't fly, but she still got the second prize. Arya even got a haircut like Amelia. ഇപ്പൊ നമ്മുടെ ആര്യക്ക് എത്ര വയസ്സായി? വെൻ ആര്യ വാസ് 8 years old, അവൾക്ക് എത്ര വയസ്സായി? 8 വയസ്സായി. അപ്പൊ അവൾക്ക് എന്താവാൻ ആഗ്രഹം? ഷീ വാണ്ടഡ് ടു ബി കൽപ്പന ചൗള. കൽപ്പന ചൗള ആവാനാണ് ആഗ്രഹം. ആരാണ് കൽപ്പന ചൗള? ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശത്ത് പോയ വനിതയാണ് അല്ലേ കൽപ്പന ചൗള. അപ്പോൾ ആ കൽപ്പന ചൗളയെ പോലെ ആകാനായി 8 വയസ്സായപ്പോൾ ആര്യയുടെ ആഗ്രഹം. ഷീ മെയ്ഡ് ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. അവൾക്ക് വേണ്ടി എന്താണ് ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. സ്പേസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്ത് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രമാണ്. അപ്പം അങ്ങനെ ഒരു വസ്ത്രമൊക്കെ അവൾ നിർമ്മിച്ചു. ഷീ വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. പകലും രാത്രിയും ഒക്കെ അവൾ എന്ത് ചെയ്തു? അത് ധരിച്ചുകൊണ്ടേ നടക്കും. ആര്യ, ആർ യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്? ആര്യ, നിനക്ക് ഈ സ്യൂട്ട് ഇടുമ്പോൾ ചൂടെടുക്കില്ലേ എന്ന് ആര് ചോദിക്കുകയാണ്? അമ്മയായിരിക്കും അല്ലേ ചോദിക്കുന്നത്. അമ്മയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൾ മറുപടി എന്തുവാ പറയുന്നത്? അസ്ട്രോണറ്റ്സ് ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് ടു ദ സ്യൂട്ട്. അസ്ട്രോണറ്റ്സ് ആണ് അമ്മയെ ഈ സ്യൂട്ട് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. സ്പേസ് ഈസ് നോട്ട് ആസ് സേഫ് ആസ് എർത്ത് ഈസ്. സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? എർത്ത് പോലെ, ഭൂമി പോലെ സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ ഈ സ്യൂട്ട് മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്ട് മീ. ഈ സ്യൂട്ട് എന്നെ എന്ത് ചെയ്യും? സംരക്ഷിക്കും എന്നാണ് അവൾ അമ്മയോട് മറുപടി പറയുന്നത്. വെൻ ആര്യ വാസ് 12 years old. ഇനി അടുത്ത് എന്തോ പറയുന്നത്? ആര്യയ്ക്ക് എത്ര വയസ്സായി? 12 വയസ്സായി. അപ്പോൾ അവളുടെ ആഗ്രഹം പിന്നെ മാറുകയാണ്. അവൾ എന്താവാൻ ആഗ്രഹിക്കുന്നു? ഷീ വാണ്ടഡ് ടു ബി അമേലിയ ഇയർഹാർട്ട്. എന്താവാൻ ആഗ്രഹിക്കുന്നു? അമേലിയ ഇയർഹാർട്ട് ആവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഷീ ബിൽറ്റ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹെർ സ്കൂൾ പ്രോജക്റ്റ്. അവൾ എന്ത് ചെയ്തു? അവളുടെ സ്കൂൾ പ്രോജക്റ്റിന് വേണ്ടി എന്തുണ്ടാക്കി? ഒരു മോഡൽ പ്ലെയിനെ ഉണ്ടാക്കി. ഇറ്റ് കുഡിൻറ്റ് ഫ്ലൈ. അതെന്ത് ചെയ്യില്ല? പറക്കുകയൊന്നുമില്ല. ബട്ട് ഷീ സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. പക്ഷെ അവൾക്ക് എന്ത് കിട്ടിയിരുന്നു? അതിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരുന്നു. ആര്യ ഈവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് അമേലിയ. അമേലിയ ആവാൻ ആഗ്രഹിച്ചപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? അതുപോലെ അമേലിയയെ പോലെ ഹെയറൊക്കെ അവളുടെ ഹെയർ എന്ത് ചെയ്യാണ്? കട്ട് ചെയ്യുകയാണ്. അപ്പം അമേലിയ ഇയർഹാർട്ട് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ഓടിച്ച ആദ്യ വനിതയാണ്. ആദ്യ പൈലറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? അമേലിയ ഇയർഹാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ബാലൻസ് നോക്കിക്കേ. സൂൺ ആര്യ ഹിയർഡ് ഓഫ് ആംഗുലിയാബായി കുമുടമ്മാൽ ആൻഡ് സർല തക്രാൽ, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഫ്ലൈ എ പ്ലെയിൻ. Anguliabai was just 16 years old. I can't wait till I am a teenager. So you can drive? No. So you can vote? No. Then what? So I can fly. When Arya was 18 years old, she wanted to become a fighter pilot. Who are they, Chechi? Asked her little brother Raju, seeing a poster on her wall. They are Bhavana, Avani and Mohana, the first woman to fly fighter planes in India. Are they your friends? Arya laughed. Maybe someday, Raju. അപ്പോൾ പിന്നെ പറയുന്നത് എന്താന്ന് നോക്കിക്കേ. സൂൺ ആര്യ ഹിയർഡ് ഓഫ് ആംഗുലിയാബായി കുമുടമ്മാൽ ആൻഡ് സർല തക്രാൽ. നമ്മുടെ ആര്യയൊക്കെ പറ്റി കേൾക്കുകയാണ്. ആംഗുലിയാബായിയെ പറ്റിയും കുമുടമ്മാലിനെ പറ്റിയും സർല തക്രാലിനെ പറ്റിയൊക്കെ കേൾക്കുകയാണ്. ഇവരൊക്കെ ആരാണ്? ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഫ്ലൈ എ പ്ലെയിൻ. ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് പൈലറ്റായ സ്ത്രീകളാണ് ഇവരൊക്കെ. ആംഗുലിയാബായി വാസ് ജസ്റ്റ് 16 years old. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ്? ആംഗുലിയാബായിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവർ പ്ലെയിൻ പറത്തിയത്. ഐ ക്യാൻ വെയിറ്റ് ടിൽ ഐ ആം എ ടീനേജർ. ഞാൻ എന്ത് വെയിറ്റ് ചെയ്യാണ്? എൻ്റെ ടീനേജ് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവളോട് ചോദിക്കും എന്താണ്? സോ യു ക്യാൻ ഡ്രൈവ്. നിനക്ക് ഡ്രൈവ് ചെയ്യാനാണോ? സാധാരണ 18 വയസ്സാകുമ്പോഴല്ലേ നമ്മൾ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിനക്ക് 18 വയസ്സാവാൻ എത്ര ധൃതി എന്താ? നിനക്ക് വണ്ടി ഓടിക്കാനാണോ? അപ്പോൾ അവളെന്താ മറുപടി പറയുന്നത്? നോ, അല്ല. പിന്നെന്താണ്? സോ യു ക്യാൻ വോട്ട്. നിനക്ക് വോട്ട് ചെയ്യാനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴവളെന്താ പറയുന്നത്? അല്ല, നോ. ദെൻ വാട്ട്? പിന്നെ എന്തിനാണ്? സോ ഐ ക്യാൻ ഫ്ലൈ. അവളുടെ ഉത്തരം എന്താണ്? എനിക്ക് പറക്കാനാണ്. When Arya was 18 years old, she wanted to become a fighter pilot. പിന്നെ അവളുടെ ആഗ്രഹം മാറുകയാണ്. അവൾക്ക് എത്ര വയസ്സായി? 18 വയസ്സായി. അപ്പോൾ അവൾ എന്താവാൻ ആഗ്രഹിക്കുകയാണ്? ഒരു
ഫൈറ്റർ പൈലറ്റ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹു ആർ ദേ ചേച്ചി ആസ്ക്ഡ് ഹെർ ലിറ്റിൽ ബ്രദർ രാജു സീയിങ് എ പോസ്റ്റർ ഓൺ ഹെർ വാൾ. ഇവരാരൊക്കെയാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ലിറ്റിൽ ബ്രദർ ആയിട്ടുള്ള രാജു എന്ത് ചെയ്യാണ് സീയിങ് എ പോസ്റ്റർ ഓൺ ഹെർ വാൾ. അവളുടെ ഭിത്തിയിൽ ഒരു പോസ്റ്റർ കണ്ടിട്ട് ചോദിക്കുകയാണ്. ദേ ആർ ഭാവന, ആവണി ആൻഡ് മോഹന. ഇവരൊക്കെ ആരാണ്? ഭാവന, ആവണി, മോഹന ആരെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെന്താ പറയുന്നത്? ദ ഫസ്റ്റ് വുമൺ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ഫൈറ്റർ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, യുദ്ധവിമാനങ്ങളാണ് കേട്ടോ. യുദ്ധവിമാനങ്ങൾ പറത്തിയ സ്ത്രീകളാണ് ഇവരെന്ന് പറയാണ്. അപ്പോൾ അനിയൻ അറിയത്തില്ല, അവൻ എന്തോ പിന്നെയും ചോദിക്കുന്നത്, ആർ ദേ യുവർ ഫ്രണ്ട്സ്? ഇവർ നിന്റെ കൂട്ടുകാരാണോ? ആര്യ ലാഫ്ഡ്, മേ ബി സം ഡേ രാജു. അവൾ ചിരിച്ചുകൊണ്ട് പറയാണ്, ചിലപ്പോൾ എന്താവാം, അവരെൻ്റെ കൂട്ടുകാരാകാം. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇവളൊരു ഫൈറ്റർ പൈലറ്റായി മാറിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തായിട്ട് മാറാം? ഇവളുടെ സുഹൃത്തുക്കളായിട്ട് മാറാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ലാസ്റ്റ് പോർഷൻ നോക്കിക്കേ. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിയിങ്. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. She worked hard and ate a lot of carrots. Amma always said carrots are great for the eyes. Finally, she is ready to sit in the cockpit herself. Today is a special day for Arya. That's her in the cockpit. She is very excited because there are 2 special passengers on her plane this morning. Ladies and gentlemen, this is your captain Arya. Welcome aboard. Chechi, Raju was thrilled. Yes, my daughter. Raju's mother hugged him. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് അല്ലേ? എന്താണ്? ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. അവൾ എന്ത് ചെയ്തു? പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചു. എന്തിനു വേണ്ടി? ഫ്ലൈയിങ് അറ്റൻഡ് സ്കൂൾ. ഫ്ലൈയിങ് സ്കൂൾ, പൈലറ്റ് ആവാനുള്ള സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടി അവൾ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചു. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിങ്. അവൾ ഒരുപാട് വർഷം എന്ത് ചെയ്തു? പഠിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. പൈലറ്റിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് എന്ത് പഠിച്ചു? പ്ലെയിൻ പറപ്പിക്കുന്നത് എങ്ങനെയെന്നൊക്കെ പഠിച്ചു. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഏറ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. അവൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതുപോലെ ഒരുപാട് ക്യാരറ്റ് കഴിക്കുകയും ചെയ്തു. എന്തിനാ ക്യാരറ്റ് കഴിച്ചത്? അമ്മ ആൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്. അവളുടെ അമ്മ എപ്പോഴും പറയും എന്താണ്? ക്യാരറ്റ്സ് കണ്ണിന് വളരെ നല്ലതാണ്. അപ്പം പ്ലെയിൻ ഓട്ടിക്കാൻ മെയിനായിട്ട് വേണ്ടിയുള്ളത് എന്താണ്? കണ്ണിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്? ക്യാരറ്റ് ഒരുപാട് കഴിച്ചിരുന്നത്. ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്ക്പിറ്റ് ഹർസെൽഫ്. അവസാനം അവൾ എന്താണ്? കോക്ക്പിറ്റിൽ ഇരിക്കുകയാണ്. സ്വയം കോക്ക്പിറ്റിൽ ഇരുന്നു കൊണ്ട് ആരുടെയും സഹായമില്ലാതെ അവൾ എന്ത് ചെയ്യാണ്? പ്ലെയിൻ പറത്തുകയാണ്. ടുഡേ ഈസ് സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. ഇന്നത്തെ ദിവസം ആര്യയ്ക്കൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. ദാറ്റ്സ് ഹെർ ഇൻ ദ കോക്ക്പിറ്റ്. അവൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? കോക്ക്പിറ്റിലാണ് ഉള്ളത്. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ദർ ആർ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഓൺ ഹെർ പ്ലെയിൻ ദിസ് മോർണിംഗ്. അവൾ വളരെ സന്തോഷവതിയാണ്. കാരണം എന്താണ്? 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ്, 2 പ്രത്യേകതയുള്ള യാത്രക്കാർ അവരോടൊപ്പം ഉണ്ട് ആ പ്ലെയിനിൽ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ. വെൽക്കം എബ്രോഡ്. അപ്പോൾ അവിടെ പറയുകയാണ് എന്താണ്? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ആര്യ. വെൽക്കം എബ്രോഡ് എന്ന് പറഞ്ഞാൽ അവളെ എന്ത് ചെയ്യുകയാണ്? വെൽക്കം ചെയ്യുകയാണ്. അപ്പം ചേച്ചി, രാജു വാസ് ത്രിൽഡ്. രാജു വളരെ സന്തോഷിച്ചുകൊണ്ട് ചേച്ചി എന്ന് വിളിക്കുകയാണ്. എസ് മൈ ഡോട്ടർ, രാജുസ് മദർ ഹഗ്ഡ് ഹിം. അതെ എൻ്റെ മകൾ എന്ന് പറഞ്ഞിട്ട് രാജുവിൻ്റെ അമ്മ അവളെ എന്ത് ചെയ്യാണ്? ഹഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ആരൊക്കെയാണ്? അവളുടെ അമ്മയും അതുപോലെ അവളുടെ അനിയനും ആണ്. അപ്പോൾ ഇത്രയാണ് ഈ കഥ. ആര്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഓരോ പ്രായത്തിലും ഓരോ സ്പെഷ്യലായിട്ട് അവൾ ആദ്യം റോസമ്മയെ പോലെ ആവാൻ ആഗ്രഹിച്ചു. പിന്നെ അത് മാറി കൽപ്പന ചൗളയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരായി? പൈലറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈറ്റർ പൈലറ്റായി. അവസാനം ഇവളുടെ എല്ലാ ആഗ്രഹവും കൂടെ കൂട്ടി വെച്ച് അവൾ എന്തായിട്ട് മാറുകയാണ്? ഒരു പൈലറ്റായിട്ട് മാറുകയാണ്. അപ്പോൾ കഠിനമായിട്ട് പരിശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനു വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ നമുക്ക് എന്താണ്? ആ വിജയം കൈവരിക്കാൻ പറ്റുമെന്നൊരു കാര്യമാണ് നമുക്ക് ഈ കഥയിലൂടെ പറയുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? ആര്യയാണ്. അപ്പോൾ അവൾ ഒരു പൈലറ്റായി മാറിയ
കാര്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങൾ അത് പൈലറ്റ് ആയത് എങ്ങനെ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചാപ്റ്റർ നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക്